സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. ഈ മാസം 22 വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരിക്കും. രാഹുലിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന രാഹുലിന്റെ വാദം വഞ്ചിയൂർ കോടതി തള്ളി. കോടതിക്ക് പുറത്തും സംസ്ഥാനത്താകെയും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. അണികളെ തടയുന്നതിന് പകരം രാഹുൽ അക്രമം പ്രോത്സാഹിപ്പിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രാഹുലിന്റെ അറസ്റ്റ് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. സെഷൻസ് കോടതിയിൽ നാളെ തന്നെ അപ്പീൽ നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. സെക്രട്ടേറിയറ്റിലേക്ക് നാളെ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഭരണകൂട ഭീകരതയുടെ വക്താക്കളായെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. എല്ലാ നിയമവശവും പരിശോധിച്ചാണ് അറസ്റ്റ് എന്ന് മന്ത്രി പി രാജീവും പറഞ്ഞു. അറസ്റ്റും ജയിലും നീതിയോ? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം, ഷണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, കോൺഗ്രസ് നേതാക്കളെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് പോയി വീട്ടിൽ ചെന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? നോക്കൂ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മണിക്കൂറിൽ വരെ വാർത്തയായി നിൽക്കുകയാണ്. രാഷ്ട്രീയമായും നിയമപരമായും ശരിയോ? അല്ല, വാർത്തകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വാർത്തകൾക്കൊല്ലോ കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന ഒരാൾ ഒരു കേസിനകത്ത് പെടുക, ഒന്നല്ല നിരവധി കേസിലാണ് പെടുക. അതിൽ രാജ്യദ്രോഹം വരെ വരുന്ന കേസുകളാണല്ലോ ഇപ്പോൾ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസ്. അപ്പോൾ അത്തരം കേസുകളിലെല്ലാം പെടുന്ന ക്രിമിനലായിട്ടൊരാൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെയാണ് താങ്കൾ ക്രിമിനൽ എന്ന് വിളിച്ചത്. ആക്രമിച്ചു. അതെ, അതിന് കാരണം അദ്ദേഹം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ക്രിമിനലാകുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ പ്രസിഡന്റായി തീരുമ്പോൾ എന്താണ് അതിനെ ന്യായീകരിക്കുകയാണ്. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, ഞങ്ങളുടെ പിള്ളേർ തെറ്റുപറ്റിപ്പോൾ എനിക്കതിന് ബന്ധമില്ല. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പോയ ആളെയാണ് അറസ്റ്റ് ചെയ്തത്. ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനത്തിൽ പോയ പ്രതികളെയാണ് പോലീസ് പിടിച്ചത്. പ്രതികൾ ഉപയോഗിച്ച ഇദ്ദേഹത്തിൻ്റെ വാഹനമാണ്. ക്രിമിനലുകളായ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വാഹനം വിട്ടുകൊടുക്കുന്ന ആൾ ക്രിമിനൽ മനോഭാവമുള്ള ആളാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഡിസംബർ മാസത്തിൽ 21, 22, 23 ദിവസമായിരുന്നല്ലോ കോൺഗ്രസ്സുകാരുടെ തിരുവനന്തപുരത്തിലെ പല കലാപരിപാടികൾ. റിപ്പോർട്ടർ TV-യിലൂടെ നമ്മൾ കണ്ടതാണല്ലോ. സംഘടിതമായിട്ട് ചെല്ലുക, മുളക് സ്പെയർ പ്രയോഗിക്കുക, നല്ല പട്ടികയായിട്ട് വന്ന് പോലീസിനെ തല്ലുക, സെക്രട്ടേറിയറ്റിനകത്ത് നിൽക്കുന്ന പോലീസിനെ ആ സെക്രട്ടേറിയറ്റിൻ്റെ മതിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ അടിക്കുകയാണ്. വനിതാ പോലീസിനെ തല്ലുകയാണ്. ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വണ്ടിയെ കയറ്റി, ആ വണ്ടി കയറി തടയുകയാണ്. തീർന്നില്ല, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വഴിക്ക് DCC ഓഫീസിൻ്റെ ഭാഗക്കൂടെ പോയത്. അപ്പോൾ വണ്ടി അവിടെ തടഞ്ഞു നിർത്തി അവിടെയുള്ള പോലീസിനെ, പിങ്ക് പോലീസിനെ ആക്രമിച്ചിട്ട് മുഴുവൻ വരെ മോചിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി DCC ഓഫീസിൽ കയറ്റി ഒളിച്ചു. ഒളിച്ച പ്രതികളെ പിടിക്കാൻ പോലീസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒന്ന് വിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ചോണയുണ്ടാക്കാറ്. ഒരു സിറ്റുവേഷൻ പോലീസ് ഒഴിവാക്കി. എന്തുകൊണ്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്നു? പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചൊരു സീൻ ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. പോലീസ് അതിനൊന്നും പോയില്ല. അദ്ദേഹം വീട്ടിൽ ചെന്ന് വെളുപ്പിനെ അദ്ദേഹത്തിന് ഉറങ്ങാനൊക്കെ അനുവാദം കിട്ടി. അതിനുശേഷം വെളുപ്പിനെ എന്ന് വിളിച്ചുകൊണ്ട് പോന്നു. സാധാരണഗതിയിൽ സംഭവിച്ചെന്നാണ് ഞാൻ പറയാം. തൃശ്ശൂർ സാന്ദ്ര ജോസ് എന്ന് പറഞ്ഞൊരു SFI വിദ്യാർത്ഥിനി പോലീസ് വെളുപ്പിന് 5 മണിക്കാണ് പിടിച്ചുകൊണ്ട് പോയത് കേട്ടോ. ഈ കേരളത്തിലെ LDF സർക്കാരിൻ്റെ കാലത്ത് ഗവർണറെ കരുകൂട് കാണിച്ചതിനാ പിടിച്ചുകൊണ്ട് പോയിട്ട് സംഭവിച്ചെന്താണ്? അവരിപ്പോൾ 15 ദിവസം കഴിഞ്ഞാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കും. ഇന്നലെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അമ്മയാണ് മാലയിട്ട് സ്വീകരിക്കുന്നത്, സ്വന്തം അമ്മ. ഇവിടെ ഒരു അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്തിക്കോ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ വേറൊരു അമ്മ വന്ന് ആ കുട്ടിയെ സ്വീകരിക്കുകയാണ്. അവർ പറയുന്നത് ഗവർണർ കാവുവൽക്കരിക്കെതിരായ സമരത്തിൽ എൻ്റെ കൊച്ചിൻ്റെ അവസരം കിട്ടിയല്ലോ സമരം ചെയ്യാൻ. അതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്നത് പോരാട്ടത്തിൻ്റെ വീര്യമുള്ള അമ്മയാണ്. അക്കാമ ചെറിയാൻ്റെ പാർട്ടിയല്ലേ കോൺഗ്രസ്? നരേന്ദ്രമോദി പറഞ്ഞ അക്കാമ ചെറിയാൻ്റെ പാർട്ടി CP രാമസ്വാമിയുടെ വീടിന് മുന്നിലേക്ക് ജാഥ നടത്തിയ അക്കാമ ചെറിയാൻ്റെ പാർട്ടിയല്ലേ? എന്നിട്ട് ഏത് മാതാവിൻ്റെ മടിത്തട്ടിലേക്കാണ് ഈ രാഹുൽ കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? വ്യാജ തിരിച്ചറിയൽ കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോടതി പറഞ്ഞല്ലോ ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വകുപ്പുകൾ അങ്ങനെയാണ്. ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. റിപ്പോർട്ടർ TV-യുടെ ദൃശ്യം എടുത്ത് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. പ്രോസിക്യൂഷൻ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവരുടെ വെല്ലുവിളി കാണിച്ചാൽ മതിയല്ലോ. അടിയായിരിക്കും ഇനി, എന്നും അടിയായിരിക്കും ഇനി.
അത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനമല്ല, അടിയോടടിയായിരിക്കും. പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു, ഇവരടി തുടങ്ങി. അങ്ങനെ അടിച്ചടിച്ച് എവിടെ വരെ അടിക്കാൻ പറ്റും? ദയവായി തുടരുക. ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ. എന്നാണ് അനിൽകുമാർ. ശ്രീ കോൺഗ്രസ് സണ്ണിക്കുട്ടി എബ്രഹാം പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പോലീസിനെ പട്ടിക കൊണ്ടടിക്കുന്നു, പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു, എല്ലൊടിയുന്നു, വലിയ നിലയിൽ പൊതുമുതൽ നഷ്ടപ്പെടുന്നു. നോക്കൂ, PDDP ആയാലും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലായാലും ചാർജ് ചെയ്താൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുക, എങ്ങനെയാണ് റിമാൻഡ് ഇല്ലാതിരിക്കുക? നികേഷ്, ഈ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയുടെ പ്രതിനിധികളെ ആരെയും കാണുന്നില്ല എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതോടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ സംഭാഷണം നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലായിരിക്കും. ആ സെല്ലിൽ അദ്ദേഹത്തെ അടച്ചിട്ടുണ്ടാവും. നികേഷ്, ഇന്ന് ഈ സംഭവ വികാസങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാളിന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ വലിയ ഹീറോയാണ്. ഇവിടെ CPMൻ്റെ പ്രതിനിധി അനിൽകുമാർ പറയുന്ന ഈ പട്ടിക, കറുത്ത കൊടി, മുളക് സ്പ്രേ, പോലീസിനെ തടയുന്നത്, പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നതൊക്കെ കേരളത്തിൽ ആദ്യമാണ്. ഈ കഴിഞ്ഞ 20-ാം തീയതി മാത്രമാണ് നടന്നത്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് CPMൻ്റെ പ്രധാന നേതാക്കൾ ആളുകളെ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന കേട്ട ഇതൊക്കെ പുതിയൊരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ. ഇത് നേരത്തെയും അറസ്റ്റുകളുണ്ടായിട്ട് ഒരു അമ്മയെപ്പറ്റി പറഞ്ഞു. ഒരമ്മ മാലയിട്ട് സ്വീകരിച്ചു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഗവർണർക്കെതിരായിട്ട് പ്രക്ഷോഭം നടത്താൻ അവസരം കിട്ടിയ മകളെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു അമ്മ. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരമ്മ, മഹിജ എന്നാണെന്ന് തോന്നുന്നവരുടെ പേര്, ഞാനങ്ങ് മറന്നു, ജിഷ്ണു എന്നോട്ട് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കുട്ടിയുടെ അമ്മ ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കിടന്ന് പൊട്ടി കരഞ്ഞ ആ അമ്മയെ ആർക്കും ഓർമ്മയില്ലല്ലേ? ഇപ്പം താങ്കൾ ഈ തൃശ്ശൂരിലെ ഒരു അമ്മയെപ്പറ്റി മാത്രമാണ് ആലോചിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയും ഇനിയും നാളെ നിങ്ങളുടെ ആരുടെയും മുമ്പിൽ കരഞ്ഞും വിളിച്ചുമൊന്നും വരാൻ പോകുന്നില്ല. അവരും ധൈര്യമായിട്ട് തന്നെ ഇതിനെ നേരിടും. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. സമരം നടക്കും. നമുക്കറിയാമല്ലോ, ഇന്ന് ഈ കോടതിയിൽ പോലീസ് പറഞ്ഞ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. നികേഷ്, താങ്കളുടെ റിപ്പോർട്ടിലൊന്നും അത് കണ്ടില്ല, ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. രാഹുലിനെ യാതൊരു കാരണവശാലും ജാമ്യത്തിൽ വിടാൻ പാടില്ല. കാരണം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നത് സമൂഹത്തിനൊരു വലിയ തെറ്റായ സന്ദേശം നൽകുന്നു. അപ്പോൾ ഈ പോലീസ് ഒരു കാരണവശാൽ, കേരളത്തിലെ പോലീസ് തെറ്റായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ ഒരു കാരണവശാൽ സമ്മതിക്കത്തില്ല. അതായത് മുഖ്യമന്ത്രിയുടെ കേരള സദസ്സിൽ കൊടി കാണിക്കുന്നവരെ പട്ടിയ കഷ്ണം കൊണ്ട് തല്ലുന്നതും പൂച്ചട്ടി കൊണ്ട് തല്ലുന്നതും അതൊരു പുതിയ കാര്യമാണ്. ഇതാദ്യമായിട്ടാണ്. പൂച്ചട്ടി കൊണ്ട് തല്ലുന്നതും ഒക്കെ അത് രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനമാണ് സമൂഹത്തിന് കൊടുക്കുന്നൊരു വലിയ സന്ദേശമാണ്. ഗവർണറുടെ കാറ് തടഞ്ഞു നിർത്തുന്നത്, ആ കാറിന്മേൽ ഇടിക്കുന്നത്, ആ സംഭവത്തിൽ 75,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സംഭവത്തിൽ 50,000 രൂപയുടെയാണ്. അപ്പം അവർ അറസ്റ്റ് ചെയ്തതും നമ്മളാരും കണ്ടില്ല. അവരെ ഒന്നും ആരും റിമാൻഡ് ചെയ്തതും നമ്മളാരും കണ്ടില്ല. വലിയൊരു ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ 124 ഇട്ട് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് 124. ഇപ്പോഴും ജയിലിലാണ്. ഞാനതാണല്ലോ നമ്മളെ താങ്കളെ ഇപ്പോൾ താങ്കളുടെ ചാനലിൻ്റെ ദൃശ്യങ്ങളെ പറ്റി പറയുന്നല്ലോ. ആർഷോ മോനെ ആർഷോ, ഇതാണോ 124? ഇതാണോ 124? ഗവർണറെ അറ്റാക്ക് ചെയ്തവരായി സ്വതന്ത്രമായി 2 കേസാണ്. നികേഷ് ആർഷോ അതിലുണ്ടോന്നല്ലോ. നമ്മൾ കോഴിക്കോട്ടെ കേസാണല്ലോ ഈ പറയുന്നത്. കോഴിക്കോട്ടെ എന്താണ് സംഭവിച്ചത്? ദയവ് നികേഷ്, ഇപ്പോൾ അനിൽകുമാർ ഉണ്ട് ഇവിടെ CPMനെ ന്യായീകരിക്കാൻ. താങ്കളായിട്ട് ഞാൻ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഫാക്ട് തെറ്റായിട്ട് പറഞ്ഞില്ലല്ലോ. ആർഷോ തിരുവനന്തപുരത്ത് ഗവർണറെ അറ്റാക്ക് ചെയ്ത കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആർഷോയുടെ എങ്ങനെയാണ് പോലീസ് ഇടപെട്ടത്? 124 ആണോ ഇട്ടത്? 124 ആണോ? അപ്പോൾ ഇതൊക്കെ വലിയ സന്ദേശങ്ങളാണ് നൽകുന്നത്.
സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തില്ലെങ്കിൽ അത് വലിയ സന്ദേശം. ഇപ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് 2:30 മണിക്കോ 3:30 മണിക്കോ 4:30 മണിക്കോ എത്തുകയാണ് പോലീസ്. കാരണം അകത്തുള്ളതൊരു വലിയ പിടികിട്ടാപ്പുള്ളിയാണല്ലോ, അയാൾ ഭീകരപ്രവർത്തകനാണല്ലോ, അയാൾ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ ക്രിമിനലാണല്ലോ. ക്രിമിനൽ പരനാറി എന്നൊരു സഹരാഷ്ട്രീയ പ്രവർത്തനെ വിളിക്കുന്ന സംസ്കാരത്തിന് ഇതുപോലെ ക്രിമിനൽ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാനതിലെ ആക്ഷേപമൊന്നും കാണുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരാളെ പകൽ വെളിച്ചത്തിൽ അറസ്റ്റ് ചെയ്യുന്നത് അത് തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് വെളുപ്പാങ്കാലത്ത് വേണം. വെളുപ്പാങ്കാലത്ത് ആരും കാണാതെ പോലീസിൻ്റെ ഭാഷയിൽ ചെയ്ത വീട് കവർ ചെയ്ത് ഓരോ ഗേറ്റിലും വാതിലിലും ആളുകളെ നിർത്തി അകത്ത് ചാടിക്കയറി അവരുടെ അമ്മയോടിരുന്നു, അയാളോടിരുന്നു, അങ്ങനെ അറസ്റ്റ് ചെയ്യണം. അല്ലാതെ പകൽ വെളിച്ചത്തിലൊന്നും അറസ്റ്റ് ചെയ്യരുത്. അതൊക്കെ തെറ്റായ സന്ദേശങ്ങൾ നൽകും. ഒരു വാചകം ഞാൻ പറയട്ടെ, താങ്കൾ തിരക്ക് കൂട്ടാതെ. ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനും ആവശ്യമായിരുന്ന ഒരു ഷോട്ട് ഇൻ ദ ആം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലെ പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ബുദ്ധിഹീനമായ നടപടി എന്നല്ലാതെ ഇതെന്താണെന്ന് വരും ദിവസങ്ങളിൽ ആരോ ഒരാൾക്ക്. ഞാൻ താങ്കൾ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയെ ചർച്ചയിൽ പങ്കെടുപ്പിക്കട്ടെ. ശ്രീ VT ബൽറാം, നോക്കൂ, PDTP ആക്ട് പ്രകാരം എടുത്തിട്ടുള്ള കേസ്, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് അല്ലാതെ മറ്റു പോംവഴികളില്ല എന്ന് പോലീസും റിമാൻഡ് ചെയ്യപ്പെട്ടതിലൂടെ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടു എന്നുമാണ് സർക്കാരിന്റെ വാദം. അല്ല, സർക്കാർ ഈ സമീപകാലത്ത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിലാണ് കേസെടുക്കുന്നത് എന്നുള്ളത് നിരവധിയായിട്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുന്ന കാര്യമാണ്. ഒരു നവകേരളം എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ ഒരു ആധുനിക പോലീസിംഗ് സംവിധാനത്തെ കുറിച്ച് കൂടി അവർക്ക് പറയാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു പ്രാകൃതമായ ഒരു രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഒരു പഴയകാല സംസ്കാരമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യപൂർവ്വ സംസ്കാരം ഉണ്ടല്ലോ, ആ നിലയിലേക്കുള്ള ഒരു അധപ്പതനമാണ് കേരളത്തിലെ പോലീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരണാധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങി ഏത് തരത്തിലുള്ള കേസും ചാർജ് ചെയ്യുക എന്നുള്ളത് ഇത് ആദ്യത്തെ അനുഭവം അല്ല. നമ്മൾ നിരവധിയായിട്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ നേരെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ്, പി ശശിയെ കുറിച്ചാണ്. 2 മിനിറ്റ് എനിക്കൊന്ന് തരണം, അതിനുശേഷം നിങ്ങളുടെ സബ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഞാൻ ഫോണിലായതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രായോഗിക പരിമിതി താങ്കൾ കൂടി മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഫ്ലൈറ്റിൽ ഒരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ എത്രയോ മീറ്ററുകൾക്ക് അപ്പുറത്താണ് ആ മുദ്രാവാക്യം വിളിക്കുന്ന 2 ചെറുപ്പക്കാർ നിൽക്കുന്നത് എങ്കിലും അവർക്കെതിരെ കേസെടുക്കുന്നത് വധശ്രമത്തിനാണ്. മുഖ്യമന്ത്രി ഒരു വലിയ ബസ്സിൽ യാത്ര ചെയ്യുന്നു, ആ ബസ്സിനെതിരെ ഒരു പ്ലാസ്റ്റിക് ഷൂ വരുന്നു. അതൊരു സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആഹ്വാനം ചെയ്തതെന്നല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷൂ നടക്കുന്നു. അതിനെയും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വധശ്രമമായിട്ടാണ്. അപ്പൊ വധശ്രമം എന്നൊക്കെ പറയുമ്പോൾ IPC-യിൽ അത്തരത്തിലുള്ള വകുപ്പ് ചേർക്കുമ്പോൾ അത് ചാർജ് ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു മിനിമം ധാരണ നമുക്കുണ്ട്. ഒരു മാരകായുധം ഉപയോഗിച്ച് ഒരു മരണം വരെ സംഭവിച്ചേക്കാവുന്ന തരത്തിലുള്ള ഒരു അതിക്രമം നടക്കുമ്പോൾ ചാർജ് ചെയ്യേണ്ട വകുപ്പുകളാണ് ഒരു മുദ്രാവാക്യം വിളിയിൽ അല്ലെങ്കിൽ ഒരു ബസ്സിന് നേരത്തെ ഷൂ എറിയുമ്പോൾ അവിടെയൊക്കെ ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന കേസുകളും നമ്മൾ അങ്ങനെ ഒറ്റപ്പെട്ടതായിട്ടല്ല കാണേണ്ടത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിണറായി വിജയൻ ഒരാളെ കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഒരാൾക്കെതിരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടൽ നടത്താൻ തീരുമാനിച്ചാൽ അതിനനുസൃതമായിട്ട് തന്നെ ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ചാർജുമായിട്ട് വരുമ്പോൾ കോടതിയിൽ ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്ന കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പ്രഥമ ദൃഷ്ട്യാ മുഖവിലേക്ക് എടുക്കും. അതല്ലാത്ത അനുഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ വധശ്രമ കേസ് ഈ കരിങ്കൊടി കാണിക്കുന്ന ആളുകൾക്കെതിരെ ചാർജ് ചെയ്തപ്പോൾ അതിനെതിരെ നിശിതമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പ്രോസിക്യൂഷനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കോടതികളുടെ സ്വാഭാവികമായിട്ടുള്ള ആ നിലയിൽ മാത്രമേ ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുള്ളൂ. പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹീറോയിക് ഇമേജ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇപ്പോൾ SFIയുടെ ആയാലും DYFIയുടേതായാലും സമാന്തര സമരം നടക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ. അവർ നടത്തുന്ന സമരത്തിലും PDTP ആക്ട് ഉണ്ട് എങ്കിൽ അവരും ഈ പബ്ലിക് പൊതുമുതൽ നശിപ്പിച്ച
അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അവരും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ലേ? അവരും റിമാൻഡിലാകുന്നില്ലേ? ഞാൻ പറയുന്നത് KSFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു നമ്പർ 1 ക്രിമിനൽ അല്ലേ? 40-40ഓളം കേസുകൾ, യഥാർത്ഥ വധശ്രമ കേസുകളുണ്ട്. ചാനലുകളുടെ മുമ്പിൽ അദ്ദേഹം നടത്തിക്കൂട്ടിയ പരാക്രമങ്ങൾ, സഹപ്രവർത്തകയായിട്ടുള്ള വനിതാ അംഗത്തിനെതിരെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടത്തിയ അതിക്രമം അടക്കമുള്ള കാര്യങ്ങളുടെ വിഷ്വലുകൾ അടക്കം ആളുകളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഒരു സ്ഥിരം ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള, ഒരു ഹാബിച്വൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരു SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഈ പറയുന്ന പോലീസിന്റെ സമീപനം എന്താണ്? അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രതിപക്ഷ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയപ്പോൾ അവിടെ നടന്ന സംഘർഷത്തിന്റെ പേരിൽ ആ സമരത്തിന്റെ നായകനെ ഈ നിലയിൽ വേട്ടയാടുന്ന ഒരു സമീപനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും സമരം അക്രമാസക്തമായതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയെ ഈ നിലയിൽ പുലർച്ചെ വീട് വളഞ്ഞ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും നേരിട്ട് ക്രൈമിൽ ഇൻവോൾവ് ചെയ്ത പ്രവർത്തകരെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പോലും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്റെ പരുക്കോ, പോലീസ് ഉദ്യോഗസ്ഥനെ നേരിട്ട് ആക്രമിച്ച വിഷയമോ ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതായിട്ട് ഇപ്പോഴും പോലീസിന് വാദമുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങളെ കുറിച്ച് എന്റെ അറിവ് വെച്ചുകൊണ്ട് പറയുകയാണ്. പോലീസും പ്രോസിക്യൂഷനും ആ നിലയിലുള്ള വാദം പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നില്ല. മറിച്ച് അങ്ങനെ ഒരു അക്രമ സംഭവം നടന്നപ്പോൾ ആ സമരത്തിന്റെ നായകൻ എന്ന നിലയിൽ അത് നിരുത്സാഹപ്പെടുത്തിയില്ല, തടയാൻ ശ്രമിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു വൈക്കാരിയസ് ലയബിലിറ്റി ആ സമരത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇതൊരു വേട്ടയാടൽ ഇവിടെ സ്വാഭാവികമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വേട്ടയാടൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തോടുള്ള അസഹിഷ്ണുതയാണ്, പ്രതിഷേധങ്ങളോടുള്ള അസഹിഷ്ണുതയാണ്. അതൊരു രാഷ്ട്രീയ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തന്നെ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമായിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി ശ്രീ VT ബൽറാം, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചിരുന്നു, താങ്കൾ അത് കേട്ടില്ല എന്ന് തോന്നുന്നു. P ശശിയാണ് ഇതിന് പിന്നിലെന്ന് എന്തുകൊണ്ടാണ് BV ശ്രീനിവാസ് പറയുന്നത്? അത് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് തന്നെയാണോ? അല്ല, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവിയിലാണല്ലോ P ശശി ഇരിക്കുന്നത്. P ശശി വന്നതിന് ശേഷമാണ് ഈ നിലയിലുള്ള വലിയ രീതിയിലുള്ളൊരു വ്യതിയാനം പോലീസിന്റെ നയങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കുന്നത്. നേരത്തെ പുത്തലത്ത് ദിനേശനായിരുന്നു ആ ചുമതല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർവഹിച്ചിരുന്നത്. അന്നൊന്നും ഇത്രയും പോലീസിനെ ഏകപക്ഷീയമായി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തിയ അവസ്ഥ ഉണ്ടായിട്ടില്ല. P ശശി വന്നതിന് ശേഷമാണ് പോലീസിന്റെ സ്വഭാവത്തിൽ ഈ നിലയിലുള്ള നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രതിപക്ഷ സമരങ്ങളോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും P ശശി വന്നതിന് ശേഷം ഈ ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക, എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു ഗുണ്ടാ സംഘമായി പോലീസിനെ മാറ്റിയെടുക്കുക, കേരള പോലീസിന്റെ സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വത്തെയും പ്രവർത്തന ശൈലിയെയും ഇല്ലാതാക്കി CPMന്റെ ഒരു മർദ്ദക സേനയായി കേരളത്തിലെ പോലീസിനെ മാറ്റുക എന്ന് പറയുന്ന തരത്തിലുള്ള അങ്ങേയറ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവകേരളം എന്ന് പറയുന്ന ആശയത്തിന്റെ നേർ വിപരീത ദിശയിലേക്ക് കേരളത്തിലെ പോലീസിനെ കൊണ്ടുപോകുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കഴിവുറ്റ ഒരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിനൊക്കെ നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമുള്ള ഏജൻസിയെ ഈ നിലയിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വിഷയമാണ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്. അഡ്വക്കേറ്റ് അനിൽകുമാർ അതിന് മറുപടി പ്രധാനമായും ആർഷോയുമായിട്ടാണ് ശ്രീ VT ബൽറാം താരതമ്യം ചെയ്യുന്നത്. ആർഷോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും സൂചിപ്പിച്ചു, വാമോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. പക്ഷേ അതേപോലെ അല്ലല്ലോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോലീസിന്റെ സമീപനം. മുമ്പ് കാലത്തുള്ള കോൺഗ്രസിൻ്റെ KPCയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എടുക്കുന്ന രീതിയിലല്ല ഇപ്പോൾ VD സതീശനും K സുധാകരനും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ VD സതീശൻ്റെയും K സുധാകരൻ്റെയും നിലപാടെന്താണ്? ഞാൻ കണ്ണൂരിൽ പലവിധ പരിപാടികൾ നടത്തിയിട്ടുള്ള ആളാണ്. അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാം. ഇതല്ലേ K സുധാകരൻ്റെ അവകാശവാദം. അതനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയെ സെമി കേഡറാക്കി. സെമി കേഡർ എന്ന് പറഞ്ഞാൽ പട്ടിക കൊണ്ട് പോലീസിനെ തല്ലുന്നതാണ് സെമി കേഡർ. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു. ഇവരുടെ ക്രിമിനൽ മനസ്സുകൊണ്ടല്ലേ കേരളത്തിൽ ഉടനീളം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വാഞ്ച തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ആർഷയെ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ മൊത്തം ക്രിമിനലുകളില്ലേ, ക്രിമിനലുകളുടെ മടയല്ലേ കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ക്രിമിനലുകൾ മാത്രമല്ലേ എൻ്റെ അകത്തുള്ളൂ. തമിഴ്നാട്ടിലെ സിനിമാ നടൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി പ്രസിഡന്റായ താങ്കൾ ഒരു തവണ പറഞ്ഞു, ഇനിയും ആവർത്തിക്കല്ലേ. വേറെന്ത് പേരാ വിളിക്കേണ്ടത്? അല്ല, അപ്പോൾ ആർഷോയെ ക്രിമിനൽ എന്ന് വിളിക്കുന്ന ആളുകൾ ക്രിമിനലുകളുടെ മടയാണ്. AKG സെന്റർ ആക്രമിച്ചു.
AK സെന്റർ ആക്രമിച്ചിട്ട് AK സെന്ററിൽ ബോംബെറിഞ്ഞിട്ട് ഞങ്ങളോട് ചാനലുകൾ ചോദിക്കുക കിട്ടിയോ എന്നിട്ട് എന്താ സുധാകരൻ പറഞ്ഞത്? അത് EP ജയരാജൻ അറിയിച്ചതാണ്. സുധാകരൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബഹുമാനപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഫോൺ സംഭാഷണം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതികളാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നത്. ഒരാളിപ്പോൾ വിദേശത്താണ്. AK സെന്റർ ആക്രമിച്ചത് ക്രിമിനലല്ലേ? ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ക്രിമിനലുകളല്ലേ ഇവരെല്ലാവരും? പിന്നെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വണ്ടിക്ക് നേരെ പ്ലാസ്റ്റിക് ഷൂ എറിഞ്ഞാൽ ഏത് വകുപ്പ് വെച്ചാൽ കേസെടുക്കേണ്ടതെന്ന് ആ VT ബലറാമിൻ്റെ IPC ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ഞങ്ങളുടെ പ്ലാസ്റ്റിക്കാണ്, തൂവൽ പോലത്തതാണ്, ആ തൂവൽ കൊണ്ടൊരു ഒരു 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 ബാണം അയച്ചു, സ്നേഹബാണം അയച്ചു, സ്നേഹഭാഷം അയച്ചു. അല്ല, അഡ്വക്കേറ്റ് അനിൽകുമാർ, ശ്രീ VT ബലറാം പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും കൃത്യമായി, പക്ഷെ മറുപടി പറയാൻ വേണ്ടി അതിനെ ലളിതവൽക്കരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനെതിരെ പ്ലാസ്റ്റിക് ഷൂ എറിഞ്ഞത്, മുഖ്യമന്ത്രിയുടെ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് നീങ്ങുന്നത്, ഇതൊക്കെ വധശ്രമമായി ചിത്രീകരിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം പോലീസിനെ ആക്രമിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു എന്നോ ആ നിലയിൽ പൊതുമുതൽ നശിപ്പിച്ചോ നേരിട്ടത് ചെയ്തു എന്നുള്ള ആക്ഷേപം പ്രോസിക്യൂഷനില്ല. പകരം എന്താ ഉള്ളത്? അദ്ദേഹം പിന്തിരിപ്പിച്ചില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. അപ്പോൾ വളരെ ചെറിയ കേസുകൾ വലുതാക്കിയെടുത്ത് അത് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതമാണ് ഇന്നത്തെ റിമാൻഡ്. അതാണ് നേരത്തെ VT ബലറാം പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. അതിന് മുന്നേ ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹത്തിൻ്റെ IPC പ്രകാരം ഈ ചെരുപ്പ് വെച്ച് മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിക്കുന്ന വണ്ടിക്കിട്ടെറിഞ്ഞ പിന്നെ ഏത് കേസെടുക്കണം? പിന്നെ ഒരു ജഡ്ജി, ഉമ്മൻചാണ്ടിയുടെ ബന്ധുവായിട്ടുള്ള ജഡ്ജി ഒരു കേസിൽ പരാമർശം നടത്തിയിട്ടുണ്ടേ. ആ ബന്ധുത്വമൊക്കെ ഞങ്ങൾക്ക് അറിയാമേ. അത് വെച്ചൊന്നും കേരളത്തിലെ എല്ലാ കോടതിയും ഇവരുടെ പാട്ടപ്പറമ്പില്ലെന്ന് അവരെ വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ അത്രയും പറയാൻ ആഗ്രഹിക്കുന്നു. അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ അതിനെക്കുറിച്ച്. ഇവിടെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ കണ്ടല്ലോ, കുറ്റകൃത്യം ചെയ്തയാളെ പോലീസ് പിടിക്കുന്ന കണ്ടല്ലോ. പോലീസിനെ ആക്രമിക്കുന്നു, പോലീസുകാരൻ വീഴുന്ന പോലീസിനെ തല്ലുന്നു, വീഴുന്ന പോലീസുകാരനെ അടിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ദൃശ്യങ്ങളിലുള്ളതാണ്. അവരെ പിടിച്ച് പോലീസ് വണ്ടിയെ കയറ്റി നമ്മൾ കണ്ടോ? ഞാൻ കണ്ടതാണ്. റിപ്പോർട്ടർ ലൈവിൽ ഞാൻ കണ്ടതാണ്. ആ വാഹനം തടഞ്ഞ് അതിൽ നിന്ന് ആളെ ഇറക്കിക്കൊണ്ട് പോയോ? ചോദ്യം. പിങ്ക് പോലീസിൻ്റെ വാഹനത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടുപോയോ? അവരെ DCC ഓഫീസിൽ കയറ്റിയോ? അത് കുറ്റകൃത്യത്തിന് പിന്തുണയല്ലേ? മൂന്നാമത്തെ കാര്യം, ആ DCC ഓഫീസിനകത്ത് ഒളിച്ചിരുന്ന പ്രതികളെ പിടിക്കാൻ പോലീസ് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവും ഈ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പോലീസിനെ തടഞ്ഞ കണ്ടോ? ഒരു ക്രിമിനൽ കുറ്റത്തിൽ പെട്ട പ്രതികളെന്ന് ഒത്തവും ബോധ്യമുള്ളവരും അറസ്റ്റ് ചെയ്യപ്പെട്ടവരും യൂത്ത് കോൺഗ്രസ്സുകാർ മോദിപ്പിച്ച് കൊണ്ടുപോയവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വിരിഞ്ഞു നിന്ന് തടഞ്ഞിട്ട് വേണേ എൻ്റെ നെഞ്ചത്തൂടെ കയറിക്കോളം പറയുകയാണ്. അപ്പോൾ കേരളത്തിനകത്ത് കലാപം ഉണ്ടാക്കണം. അതാണ് പ്രതിപക്ഷം ആഗ്രഹിച്ചത്. അന്ന് കേരളത്തിലെ പോലീസ് അതിന് വഴങ്ങിയില്ല, അവർ പിൻവാങ്ങി. VD സതീശൻ ഒരു ദിവസം ജയിക്കട്ടെ, പക്ഷെ നിയമവാഴ്ചയ്ക്ക് എല്ലാ ദിവസവും തോക്കാൻ പറ്റത്തില്ല. ഇന്ന് നിയമവാഴ്ചയ്ക്ക് നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ച് പറയൂ. ഇന്നലെ നാഗരത്ന പറഞ്ഞ അതാണ്, റൂൾ ഓഫ് ലോ വേഴ്സസ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ. ഇത് തമ്മിലുള്ള കോൺട്രഡിക്ഷൻ വരികയാണ്. സോ നിയമവാഴ്ച വേണം. ഡിസംബർ 21, 22, 23 തിരുവനന്തപുരത്ത് നടന്ന ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ഉത്തരവാദി ആരാണ്? സുധാകരനാണോ? സതീശനാണോ? രാഹുൽ മാങ്കൂട്ടത്തിലാണോ? VT ബലറാമാണോ? ഇതല്ലാത്ത കുറേ ആളുകളാണെങ്കിൽ അവരാര്? അങ്ങനെ ചില ആളുകളെ പോലീസ് പിടിച്ച ഉടനെ പ്രതിപക്ഷ നേതാവ് ഒന്ന് വളഞ്ഞു വെച്ച് സംരക്ഷിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ പഞ്ചപാവങ്ങൾ, ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസ് DYFI നേതാവിനെ കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ പറയാം, PK ബിജു എന്ന് പറയുന്ന XMP ആലത്തൂർ കയ്യിലെ വിലങ്ങ് വെച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? PK ബിജുവിനെ കണ്ടിട്ടുണ്ടോ? P രാജീവിനെ നിങ്ങൾ കൈകാര്യം ചെയ്ത് നമുക്കറിയാമല്ലോ. എത്രയോ പേര് ജയിലിൽ കിടന്നിട്ടുണ്ട്, എത്രയോ പേര് കടന്നാക്രമണത്തിന് ഇരയായിട്ടുണ്ട്. പിന്നെ ആർഷോയ്ക്ക് എന്തോ പോലീസ് പ്രത്യേകം ചെയ്തു കൊടുത്തു. അങ്ങനല്ല. ഇവിടെ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി എബ്രഹാം ഒരു തെറ്റായ കാര്യം പറഞ്ഞു. എന്താ വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞത്? ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ച് 74,000 രൂപ നഷ്ടമുണ്ടാക്കിയ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കണ്ടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞില്ലെങ്കിൽ വീണ്ടും പ്ലേ ചെയ്ത് കേൾപ്പിക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട നികേഷ് ഇടപെട്ടപ്പോൾ അദ്ദേഹം ആർഷോയിലേക്ക് പോയി. ഞാൻ ചോദിക്കുന്ന ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി എബ്രഹാമിനോട് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടം ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് പിടിച്ചു. SFIക്കാർ ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ചു, 74,000 രൂപയുടെ നഷ്ടമുണ്ടായി, അവരെ പോലീസ് പിടിച്ചു. ബഹുമാനപ്പെട്ട നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം സണ്ണിക്കുട്ടി സാറിനോട് ഞാൻ പറയുകയാണ്, ഹൈക്കോടതി കിടക്കുകയാണ് അവരുടെ ജാമ്യാപേക്ഷ. ഏത്
ഗവർണർക്കെതിരെ കരിങ്കുടി കാണിച്ചപ്പോൾ 74,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയതിന് ഹൈക്കോടതിയിൽ 15 പ്രതികൾ ജാമ്യാപേക്ഷയായിട്ട് നിൽക്കുക. അപ്പോൾ പ്രോസിക്യൂഷന് ഇരട്ടത്താപ്പില്ല കേട്ടോ. ഒരു ഗവർണറുടെ വാഹനത്തിൽ മുട്ടി പരുക്ക് പറ്റിയെന്ന് അദ്ദേഹം ഒരു കേസുണ്ടാക്കി, ശരി, അതിന് ആ കുട്ടികൾ നേരിട്ടിട്ടെ. ഇവിടെ എന്താ നടന്നത്? തിരുവനന്തപുരത്ത് നടന്ന ആക്രമണത്തിൽ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായത്? കുരുമുളകിൻ്റെ സ്പ്രേ പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? എന്തെല്ലാം കടന്നാക്രമണങ്ങൾ ഇവർ നടത്തി? ഇവിടെ ആർഷോയുടെ കേസ് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല വേറിട്ടൊരു സമരമാണ്. അവിടെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അക്രമ സംഭവം ഉണ്ടാക്കാൻ അവിടെ കഴിയുമായിരുന്നില്ല എസ് എഫ് ഐക്ക്. പ്രത്യേകിച്ച് ഗവർണർക്കെതിരായിട്ടുള്ള അത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് എസ് എഫ് ഐക്ക് അറിയാമായിരുന്നു എന്നുള്ള. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നയാളാണ്. നോക്കൂ, മുളക് പൊടി, ഗോട്ടി, ഫൈബർ ഷീൽഡ് തകർക്കുക, ഹെൽമറ്റ് അടിക്കുക, ഫൈബർ ലാത്തി തകർക്കുക, അങ്ങനെ വലിയ പൊതുമുതൽ നഷ്ടം ഉണ്ടാകുന്ന രീതിയിൽ 3 ദിവസം തുടർച്ചയായി നഗരത്തിൽ KSU, യൂത്ത് കോൺഗ്രസ്, പിന്നീട് കോൺഗ്രസ്, ഇങ്ങനെ 3 സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുവരും തേരോട്ടമാണ് നടന്നത്. ആ ഘട്ടത്തിൽ പോലീസ് ആത്മസംയമനം പാലിച്ചു. നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ. പക്ഷേ റൂൾ ഓഫ് ലോയ്ക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. നോക്കൂ, ആ ഘട്ടത്തിൽ വേണമെങ്കിൽ ഒരു ലാത്തി ചാർജിനുള്ള എല്ലാ സ്പേസും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ലാത്തി ചാർജ് ഉണ്ടായില്ല. പക്ഷേ ആ അക്രമം നടത്തിയവരെ വകുപ്പിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ റൂൾ ഓഫ് ലോയുടെ ഭാഗമായി സ്വാഭാവികമായും ചെയ്യുന്ന പ്രക്രിയ അല്ലേ എന്നാണ് ചോദ്യം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. നികേഷേ, താങ്കൾ എൻ്റെ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തന ചരിത്രം പറഞ്ഞു. എനിക്ക് അതിൽ വിരോധമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. താങ്കളും ഞാനിവിടെ ഒരു സീനിയറായിട്ടിരിക്കുമ്പോൾ താങ്കളൊരു ചെറു റിപ്പോർട്ടറായിട്ട് പോലും എനിക്ക് താങ്കളെ അറിയാമല്ലോ. താങ്കൾ തിരുവനന്തപുരത്ത് ഇതുപോലെ പൊതുമുതൽ നശിപ്പിക്കുന്ന സമരങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഈ ഷീൽഡൊക്കെ ഇപ്പോൾ വന്നതാണ്, അതുകൊണ്ടാണല്ലോ ഷീൽഡ് ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ ഷീൽഡ് പിടിച്ചു വാങ്ങുകയോ എറിയുകയോ ഒക്കെ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ പൊതുമുതൽ നശിപ്പിക്കലുണ്ടായിട്ടില്ലേ സർ? ഒരു പെൺകുട്ടി സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് രജനി സാനന്ദ്, ആ കുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ച ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായപ്പോൾ എത്ര വാഹനങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ അഗ്നിക്കിരയാക്കി. പിന്നെ നികേഷ് എന്താ ചരിത്രം മറന്നുപോയോ? സണ്ണിക്കുട്ടി എബ്രഹാമിന് മാത്രമല്ലോ ചരിത്രം ഓർമ്മയുള്ളത്, താങ്കളത് മറന്നുപോയോ? എത്രയെത്ര സമരത്തിൻ്റെ ഭാഗമാണ്. അതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. SFIയുടെയും DYFIയുടെയും സമരങ്ങളിൽ, KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരങ്ങളിൽ, CPMൻ്റെയും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും നടത്തിയ സമരങ്ങളിൽ ഇതുപോലെ എത്ര ആയിരക്കണക്കിന് രൂപയുടെ പിന്നെ പൊതുമുതൽ നഷ്ടമുണ്ടായിട്ടില്ലേ? അതിപ്പം ഈ കഴിഞ്ഞ 20-ാം തീയതി മാത്രമാണോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു പൊതുമുതൽ നശീകരണം ഉണ്ടാവുന്നത്? നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ എല്ലാം ആലോചിക്കണം സാർ. താങ്കളും ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. താങ്കൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടെ ഇതുപോലെ പണ്ടും നടന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ചില വാക്കുകൾ ഉപയോഗിച്ച് ആരോട് മത്സരിക്കാൻ ഞാനില്ല. ഇതാരുടെയോ പാട്ടപ്പറമ്പിൽ ആരൊക്കെയോ കടന്നു. എനിക്കറിഞ്ഞുകൂടാ ആരാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ബന്ധുവായ ജഡ്ജി ആരാണ്, ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ആളുകളെ ക്രിമിനൽ പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അതിനുള്ള മത്സരത്തിനൊന്നും ഞാനില്ല. പക്ഷേ ഇവിടെ എന്താ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പ്രോസിക്യൂഷൻ ഇരട്ടത്താപ്പില്ലെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞു 3 ദിവസം ഇവിടെ തേരോട്ടം നടന്നെന്ന്. എന്ത് തേരോട്ടം സാറേ? ഈ നവകേരള സദസ്സ് ആരംഭിച്ച ദിവസം, അല്ലെങ്കിൽ കല്യാശ്ശേരി മുതൽ ഇവിടെ നടന്ന തേരോട്ടം താങ്കൾ മറന്നുപോയോ നികേഷ്? ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത്, ഞാൻ അനിൽകുമാറിനോട് ചോദിക്കില്ല. കാരണം അനിൽകുമാർ CPMനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. താങ്കൾ പൊതുസമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്താണ് ഈ ഞങ്ങൾ രണ്ടുപേരോടും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾ മറന്നുപോയോ സാർ ഈ തേരോട്ടം? ഗൺമാന്മാരിറങ്ങി അടിച്ചത് മറന്നുപോയോ സാർ? താങ്കൾ ഈ പിന്നെ പട്ടിക കഷ്ണത്തെ പറ്റി പറഞ്ഞല്ലോ സാർ. പൂച്ചട്ടി ഉപയോഗിച്ച് എതിരാളികളെ മർദ്ദിച്ച് ഒതുക്കുന്ന സംഭവം ആദ്യമല്ലേ സാർ? സാർ, സമരം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ പൊതുമുതൽ നശിപ്പിക്കപ്പെടും. അത് വലിയ തോതിൽ ഇതൊക്കെ ഈ താങ്കൾ പറഞ്ഞൊരു 50,000 രൂപയുടെ നഷ്ടമാണ് പോലീസ്, പിണറായി വിജയൻ്റെ പോലീസ്, അല്ലെങ്കിൽ P ശശി നിയന്ത്രിക്കുന്ന പോലീസ് 50,000 രൂപയുടെ നഷ്ടമാണ് ഇതിനകത്ത് കണക്കാക്കിയിരിക്കുന്നത്. ഗവർണറുടെ കാര്യത്തിൽ 75,000 രൂപയുടെ നഷ്ടമാണ്.
പിന്നെ നമുക്കറിയാം ലാത്തി ചാർജ്, കല്ലേറുണ്ടാവും, കല്ലേറ് മനഃപൂർവ്വം ഉണ്ടാക്കും, അത് ലാത്തി ചാർജിന് വേണ്ടി. ഇതൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ മനഃശാസ്ത്രം, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പോലീസ് ആക്ഷൻ്റെ രീതിശാസ്ത്രം എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 1, 2, 3 പ്രതികളുണ്ട് അവിടെ. അവരാണല്ലോ പ്രധാനപ്പെട്ട പ്രതികൾ. അവരൊക്കെ ഇന്നും ഇവിടെ ഉണ്ട്. 4ാമത്തെ പ്രതിയെ അയാൾ ഇന്നലെ പകൽ മുഴുവൻ കൊല്ലത്തുണ്ട്. കൊല്ലത്ത് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ഇതെന്തോ വലിയൊരു ഭീകരപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെളുപ്പിന് കടന്നു കയറി സമൂഹത്തിനൊരു നല്ല സന്ദേശം നൽകാൻ വേണ്ടി ചെയ്യുന്നതിനാണ് സാർ. അല്ലാതെ അറസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പിടുന്നതിനെയോ ഒന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല സാർ. താങ്കളുടെ ഇവിടെ സംസാരം കേട്ടാൽ തോന്നുക ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങുകയില്ലെന്ന. അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു 2 ആഴ്ചത്തേക്ക്. ഇനി അദ്ദേഹം അവിടെ തന്നെ കിടന്നടിഞ്ഞു പോകുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ കേസിൽ തന്നെ നേരത്തെ അറസ്റ്റിലായ ആളുകൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി സാർ. അയാൾ വരും. അയാൾ പൂർവാധികം ശക്തിയോടെ അയാൾ തിരിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, അയാൾക്ക് ഇന്ന് CPM കൊടുക്കാവുന്ന, പറ്റുമെങ്കിൽ അയാൾ രഹസ്യമായിട്ടെങ്കിലും അയാൾ ശ്രീ പിണറായി വിജയൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ പേഴ്സിലെങ്കിലും സൂക്ഷിക്കും. വീട്ടിൽ വെക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് പേഴ്സിലെങ്കിലും സൂക്ഷിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ നവകേരളം എന്ന് പറഞ്ഞ് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്ത് പിടിച്ച കേരളമാക്കി ഇന്ന് കേരളത്തെ പോലീസിനെ ഈ രീതിയിൽ മാറ്റിക്കൊണ്ട് കേരളത്തിലെ ഭരണകൂടം. ഞാൻ ഇരിക്കുന്ന ശശിയെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഇതിലാരാണ് ചെയ്തതെന്ന്. അത്തരത്തിലുള്ള യാതൊരു ആക്ഷേപത്തിനും അതിന് മറുപടി പറയാനോ ഞാനില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആർക്കോ ചിലർക്ക് ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. ഇത് കോൺഗ്രസ്സിന് വളം വെച്ച് കൊടുക്കുന്ന, അവരുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് വന്നു ഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് മാറുകയാണ്. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അന്തിമമായിട്ട് ഇത് കോൺഗ്രസ്സിനോ പ്രതിപക്ഷത്തിനോ ഗുണകരമായി മാറുന്ന രീതിയിലേക്കാണ് കല്യാശ്ശേരി മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെ കണ്ട സംഭവങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നവകേരളമല്ല, ഇത് ഭ്രാന്ത് പിടിച്ച കേരളമായി മാറിയിരിക്കുന്നു. പി ശശിയെ വ്യക്തമായി ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിമിനെ അറിയില്ല. പക്ഷേ ഇതിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. എന്നും പറഞ്ഞില്ല, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മൾ തേരോട്ടം നടത്തിയെന്ന് പറഞ്ഞു. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അതിൻ്റെ മുഴുവൻ മന്ത്രിമാരുമായി 140 മണ്ഡലത്തിലൂടെ പോകുന്നു. പ്രതിപക്ഷത്തെ ക്ഷണിച്ചു, പരസ്യമായി പോകുന്ന വഴിയും പ്രഖ്യാപിച്ചു. ആ വഴിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിനൊരു സമരമൊക്കെ നടത്താൻ എല്ലാ അവകാശമുണ്ട്. അങ്ങോട്ട് സമരം പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. ഞങ്ങൾ എന്തിനാ ഒരു ഡിമാൻഡ് വെച്ചൊരു സമരം നടത്തിയ ചർച്ചയ്ക്ക് വിളിക്കാമല്ലോ, ജനാധിപത്യമാണല്ലോ. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ UDF ഒരു സമരം പ്രഖ്യാപിച്ചാൽ ചർച്ചയ്ക്ക് വിളിക്കും. നിങ്ങളുടെ വിഷയം എന്താണ്? നമ്മൾ ഒരുമിച്ചാണ് നവകേരള സദസ്സ്. മോദിക്കെതിരായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിന് വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദിക്കെതിരായിട്ട് പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ മാർഗ്ഗമില്ലാത്ത കാര്യമാണ്, ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്തിനാണ് സമരം എന്തിനാണെന്ന് ഇതുവരെ ആർക്കും പറഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ പൂച്ചട്ടി, ഇവിടെ കുറേ പൂച്ചട്ടി ഇരിക്കുന്നു, ഇവിടെ തന്നെ നിങ്ങൾ കരിങ്കൂട് കാണിക്കണം. അങ്ങനെ പൂച്ചട്ടി ഇരിക്കുന്നിടത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെ നിർബന്ധമായിട്ട് കൊണ്ട് നിർത്തിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് DYFI കരിങ്കൂട് കാണിച്ചാണോ? അവിടെ വെച്ച് കരിങ്കൂട് കാണിക്കുമെന്നോ അവിടെ വെച്ച് ഈ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീഴാൻ നിൽക്കുമെന്നോ ഒന്നും ആരും ധരിച്ചിട്ടില്ലല്ലോ. യൂത്ത് കോൺഗ്രസ്സുകാർ വണ്ടിയുടെ മുന്നിൽ ചാടാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണ്. ഞാൻ പറയട്ടെ സാർ, ആ സ്ഥലത്ത് ഇങ്ങനെ കരിങ്കൂട് കാണിക്കുന്ന DYFIക്കാരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ DYFIക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരെ ആരെങ്കിലും കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? ഒരാൾ ചാടാൻ നിൽക്കുന്ന ആളെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരോ കെട്ടിപ്പിടിച്ചു. അതാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്. വണ്ടി കടന്നുപോയ ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർക്കെതിരെ ബലപ്രയോഗം വന്നപ്പോൾ അവർ തിരിച്ചും ചെയ്ത് കാണും. ഇതാണോ തേരോട്ടം? തേരോട്ടം കണ്ടത് പിന്നെ പട്ടികയായിട്ടുള്ള വരവായിരുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഒരു പ്ലാസ്റ്റിക്കിന്റെ പൊൻതൂവൽ മാത്രമല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ, നമ്മൾ കണ്ടത് എരിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പൂച്ചട്ടി കൊണ്ട്, ഹെൽമറ്റ് കൊണ്ട്, ഇരുമ്പ് വടി കൊണ്ട് അടിക്കുന്നതാണ്.
പിന്നീട് ഇങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ സമാധാനം ഉണ്ടായെങ്കിലും കൊച്ചിയിലെത്തിയപ്പോഴേക്കും കാര്യങ്ങൾ മാറി. ആളുകളെ കനാലിലേക്ക് വലിച്ചിടുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ, അതും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ, PSOമാർ നേരിട്ട് വന്ന് ചൂരൽ കൊണ്ട് അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള യുവാവിനെ മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ നവകേരളം ഭ്രാന്ത് പിടിച്ച കേരളമായി എന്ന് പറയുന്ന പോലെ നോക്കൂ, ഇതൊക്കെ തന്നെയും ഉണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായ പ്രശ്നമില്ലേ? അതേക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ലേ ശ്രീ അനിൽകുമാർ? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഗവൺമെൻറ് ഒരു ജാഥ നടത്തുന്നു, നവകേരള സദസ്സ്, ആ വണ്ടി പോകുന്നു. ഇവർക്ക് ആഗ്രഹം എന്താണ്? ഇത് തടയണം. തടയാൻ ഇവർക്ക് ആളില്ല. ഇവരിപ്പോൾ കുറ്റവിചാരണ സദസ്സ് നടത്തി. പന്തലും മൈക്കിനും കുറേ പൈസ കിട്ടിയെന്നല്ലാതെ കുറ്റവിചാരണ സദസ്സ് ഒരു 500 പേരുള്ള എവിടെങ്കിലും ഒരിടത്ത് നടന്നു ഞാൻ കണ്ടില്ല. നിങ്ങൾ കുറ്റവിചാരണ സദസ്സ് നടത്തി, നിങ്ങൾ ജനങ്ങളെ അണിനിരത്തുക. അതിന് പകരം എന്താ ചെയ്യുന്നത്? പട്ടികയായിട്ട് 4 പേര് വരിക, ഒളിച്ചു നിന്നിട്ട് വണ്ടിക്കിട്ട് ആക്രമിക്കാൻ നിൽക്കുമ്പോൾ അവിടെയുള്ളവർ പ്രതികരിക്കും. ഞങ്ങൾക്ക് നിയന്ത്രണം ഇല്ലാത്തതിന് കാരണം എന്താണ്? നിങ്ങൾ എവിടെ വെച്ചാണോ ഇവർ പട്ടികയായിട്ട് ആക്രമിക്കാൻ വരുന്നത്, ഷൂസ് കൊണ്ട് എറിയാൻ വരുന്നത് എന്നൊന്നും നമുക്കാർക്കും അറിയില്ലല്ലോ. എറിയാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ പ്രതികരിക്കും. അതല്ല, ഈ സമരമായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സമരസ്ഥലത്ത് പോലീസ് ഉണ്ടാവും. അപ്പോൾ പോലീസാണ് അതിൽ ഇടപെടുക. പോലീസ് ഇടപെടും മുമ്പ് അവിടെ തെറ്റായ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാമെന്ന് അവിടെയുള്ള നാട്ടുകാർ പ്രതികരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നാട്ടുകാരും ഇടപെടരുത്, മുഖ്യമന്ത്രിയുടെ വണ്ടിക്കിട്ട് എറിയാൻ സൗകര്യം ചെയ്ത് കൊടുത്തോണം, ഇവരുടെ പേക്കൂത്തിനെല്ലാം കൂട്ടുനിന്ന് കൊടുത്തോണം. നവകേരള സദസ്സ് നിയോഗിച്ച വളണ്ടിയർമാരാണ്, ഡിവൈഎഫ്ഐക്കാരാണ്. അത് നിങ്ങളുടെ ആഖ്യാനാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇപ്പൊ ഞങ്ങളുടെ ആഖ്യാനല്ല അഡ്വക്കേറ്റ് അനിൽകുമാർ, അവിടെ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി ഇവര് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ സ്വീകരണം നൽകി. നാട്ടുകാർക്കാണെങ്കിലും സ്വീകരണം നൽകുമോ? പാർട്ടിക്കാരായതുകൊണ്ടാണ് സ്വീകരണം നൽകിയത്. സ്വീകരണം കൊടുക്കും. അതിന് കാരണം എന്താണെന്നറിയോ? ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരുത്തൻ ചാടാൻ നിൽക്കുന്നു. അയാളെ കെട്ടിപ്പിടിച്ച് രക്ഷിച്ചയാൾക്ക് സ്വീകരണം കൊടുക്കണ്ടേ? ചാടാൻ നിൽക്കുന്ന നമ്മൾ കണ്ടതല്ലേ, അയാളെ കെട്ടിപ്പിടിക്കുന്ന കണ്ടതല്ലേ? എങ്ങാനോ വണ്ടിയൊന്നും വണ്ടി തട്ടിയിരുന്നെങ്കിലോ? അപ്പം ഈ ഇത്രയും സ്പീഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ അത് തട്ടിയിട്ടൊരാൾ മരിക്കാനിടയായാലോ? ഇവർക്കൊരു രക്തസാക്ഷിയെ വേണം. കേരളത്തിൽ ഹർത്താൽ നടത്തണം. അങ്ങനെ കേരളം മുഴുവൻ തേർവാഴ്ച നടത്തണം. അതിന് ഇവർക്ക് അവസരം ഉണ്ടായില്ല എന്നുള്ളത് നാട്ടുകാർക്ക് നല്ല ബോധ്യം ഉണ്ടായി. നോക്ക്, ഇതാണ് പ്രശ്നം അഡ്വക്കേറ്റ് അനിൽകുമാർ. ഇതൊരു CPM ആഖ്യാനമാണ്. ഈ CPM ആഖ്യാനം എത്ര കണ്ട് പൊതുസമൂഹത്തിന് മനസ്സിലാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ പറയുന്നത് പോലെ തന്നെ P. ശശി, കണ്ണൂർ ജില്ലയുടെ മുൻ ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അമ്മ നോക്കി നിൽക്കെ അറസ്റ്റ് ചെയ്യുന്നു. അതിന് മാത്രമുള്ള ഒരു കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സ്വാഭാവിക ചോദ്യം സമൂഹത്തിലുണ്ട്. ഈ നിലയിലുള്ള ആഖ്യാനം ചെടിച്ചട്ടി കൊണ്ടടിക്കുന്നതിനും ഹെൽമെറ്റ് കൊണ്ടടിക്കുന്നതിനും ഇരുമ്പോടി കൊണ്ടടിക്കുന്നതിനും കനാലിൽ തള്ളിയിടുന്നതിനും ഭിന്നശേഷിക്കാരനെ മർദ്ദിക്കുന്നതിനും PSOമാർ അതിക്രൂരമായി ചൂരിൽ കൊണ്ടടിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഖ്യാനം ഉണ്ടാവും. പക്ഷെ സമൂഹത്തിന് അത് ബോധ്യമാകുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടിയുമായിട്ട് അതങ്ങ് ചേർന്ന് നിൽക്കുകയാണ്. ആ ഇമേജ് പ്രശ്നം, ആ പ്രതിച്ഛായ പ്രശ്നം, അത് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി നടന്നാലേ മനസ്സിലാകൂ എന്നാണ് സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇമേജ് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് ആഡംബര ബസ്സാണ്, വലിയ ആർഭാട യാത്രയാണ്, അതൊക്കെ അവസാനം പൊളിഞ്ഞു പോയില്ലേ? അവസാനം എന്താ ബാക്കിയുള്ളത്? ഇവർ കുറേ പേര് നടത്തിയ കരിങ്കൊടി പ്രകടനം, അത്തരം സ്ഥലങ്ങളിൽ ചില സംഭവങ്ങളുണ്ടായി. ഇപ്പം ആരോ കനാലിൽ എറിഞ്ഞെന്ന് പറഞ്ഞു. ഈ കനാലിൻ്റെ ഭാഗത്ത് ഈ സംഭവം ഉണ്ടാവും, ഞങ്ങൾക്ക് ആർക്കെങ്കിലും മുൻകൂട്ടി വിവരമുണ്ടോ? ഓരോ സംഭവങ്ങളും യാദൃശ്ചികമാണ്. ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം. P. ശശിയുടെ പേര് പറഞ്ഞു. P. ശശി ഇന്നത്തെ അറസ്റ്റുമായിട്ട് എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല, തീരെ മനസ്സിലായില്ല. P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ അറസ്റ്റുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നിട്ടില്ല. എന്താ കോൺഗ്രസ് പ്ലാൻ ചെയ്തത്? ആദ്യം യൂത്ത് കോൺഗ്രസ്സുകാരടിക്കുക, പിന്നെ KSUക്കാരടിക്കുക, അവസാനം കാർന്നോന്മാരെല്ലാം കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാരുടെ തല്ല്. കോൺഗ്രസ്സുകാരടിക്കുന്ന അന്ന് ഒരു അല്പം പ്രായമുള്ള ഒരാൾ ഒരു പോലീസുകാരൻ്റെ ചങ്കിലിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ നിങ്ങളുടെ വിഷനിൽ കാണിക്കാമല്ലോ. ഈ തിരുവനന്തപുരം നഗരത്തിൽ എന്താണ് ഈ കോലാഹലമെല്ലാം കാണിച്ചത്? കേരളത്തിൽ ഹർത്താൽ വേണം. ഒരു ഹർത്താൽ കേരളത്തിൽ നടത്തി സമരത്തെ നവകേരള സദസ്സിൻ്റെ സമാപനം ഹർത്താലിലേക്ക്. ഇതായിരുന്നു ഇവരുടെ കെണി. ഞങ്ങൾ ആ കെണി വീണില്ല. ഞങ്ങൾ അവസാനം എന്ത് ചെയ്തു?
കേസെടുക്കുന്ന നടപടി പോലീസ് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരുടെ മുമ്പിലുള്ള വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞപ്പോൾ കോടതി കൊണ്ടു കൊടുത്താൽ തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോയി. അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥന് കേസിൽ അതിലൊരു പ്രതിയെ കിട്ടി. ബാക്കി പ്രതികളെ വേണേൽ കിട്ടാം. പക്ഷേ ഇപ്പോൾ ഒരു പ്രതിയെ കിട്ടിയ പ്രതിയായിട്ട് കോടതി ചെന്നപ്പോൾ കോടതി പറഞ്ഞു അദ്ദേഹം പറയുന്നത് ചങ്കുവേദനയാണെന്നാണ്. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഹൃദയമുണ്ട് പക്ഷേ വേദനയില്ല. അപ്പോൾ എന്ത് ചെയ്തു? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ ജയിലിലേക്ക് അദ്ദേഹത്തെ വിട്ടു. ഇവിടെ ഞങ്ങളാരും ചങ്കുവേദന അനുഭവിക്കുന്നില്ല, ഞങ്ങളാരും ചങ്കുവേദന അഭിനയിക്കുന്നുമില്ല. ഓപ്പറേഷൻ റിംഗ് ടോൺ എന്തായിരുന്നു? ഓപ്പറേഷൻ റിംഗ് ടോൺ എം മണി ആശാന് ഒരു പ്രസംഗം നടത്തി. പ്രസംഗത്തോട് വിയോജിക്കുന്നവരുണ്ടാവും. ഒരു രാഷ്ട്രീയ പ്രസംഗമാണ്, BJPക്കെതിരായ പ്രസംഗമാണ്, അവർ കൊന്നുകൊള്ളുന്നതിനെതിരായ പ്രസംഗമാണ്. അങ്ങനത്തെ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ പേരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താ കാണിച്ചത്? എത്ര പോലീസുമായിട്ടാണ് വെളുപ്പിന് 3 മണിക്ക് കേരളം ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. സണ്ണിക്കുട്ടി അബ്രഹാം സീനിയർ പത്രപ്രവർത്തകനാണ്, ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ല. ഇടുക്കി ജില്ലയിലായതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ കാര്യം മാത്രമേ അറിയൂ. പിന്നെ നിർമ്മൽ മാധവ് എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു തട്ടിപ്പ് കേസ് ജയിലിൽ കിടക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി നിർമ്മൽ മാധവ് ആയിരുന്നു. എന്താണെന്നറിയാമോ? അദ്ദേഹത്തെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കൊടുത്തു. എങ്ങനെ? അവിടുത്തെ മെറിറ്റ് ഓവർടേക്ക് ചെയ്ത്. അതിന് വലിയ സമരം നടന്നു വിദ്യാർത്ഥികളുടേത്. ഒരു DYSP തോക്ക് കൊടുത്തുകൊണ്ട് ഭ്രാന്തമായി അലറി വിളിക്കും. നിങ്ങൾ കണ്ടോ? കുട്ടികൾക്കെതിരെ ഇത് കേരളം കണ്ടതല്ലേ? നമ്മൾ കേരളത്തിനകത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തും ആന്റണിയുടെ കാലത്തും തേർവാഴ്ചകൾ, പോലീസിന്റെ തേർവാഴ്ചകൾ കണ്ടിട്ടില്ലേ? പിന്നെ ആദിവാസി നേതാവായ ജാനു മുത്തങ്ങയിൽ എങ്ങനെയാ പോലീസ് പെരുമാറിയത് ഗീതാനന്ദനോട്? നിങ്ങളുടെ പോലീസ്, അത് സണ്ണിക്കുട്ടി അബ്രഹാം സാറിന് അറിയാവുന്ന പോലീസ് അറിയാമല്ലോ. ഉമ്മൻചാണ്ടി പ്രിയങ്കരനാണ്, ബഹുമാനപ്പെട്ട ആന്റണി പ്രിയങ്കരനാണ്. അവരുടെ പോലീസ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കറണ്ട് കട്ടാക്കിയിട്ടേ മുത്തങ്ങയിലെ പോലീസ് സ്റ്റേഷനിലെ കറണ്ട് രാത്രി കട്ടാക്കിയിട്ട് 7:30 മണിയായപ്പോൾ 100-300ഓളം പോലീസുകാർ എരച്ച് കയറി ചെന്ന് അകത്തിരുന്ന് ജാനുവും അടക്കം ഗീതാനന്ദൻ അടക്കമുള്ളവരുടെ എങ്ങനെയാണ് നിങ്ങളുടെ പോലീസ് പെരുമാറിയത്? അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കുക. ഇതൊക്കെയാണ് UDF. ഞങ്ങൾ ആകെ ചെയ്ത കാര്യം, രാഹുൽ മാങ്കൂട്ടത്തെ ആരും മർദ്ദിച്ചില്ല. പോലീസ് ചെന്നു, കൂട്ടിക്കൊണ്ടുവന്നു. കോൺഗ്രസ് ഷോയാക്കി മാറ്റി. നിങ്ങളല്ലെങ്കിലും ഷോയാക്കും. നിങ്ങൾ വിമാനത്തിനകത്ത് കൊടിയായിട്ട് കയറി വരാം. എന്തിനാണ് വിമാനത്തിനകത്ത് കയറിയത്? ഏത് കേസിന്റെ കാര്യത്തിലാണ്? അതിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താ ബന്ധം? നിങ്ങൾക്ക് കരികൂട് കാണിക്കാൻ കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഇറങ്ങി തിരിക്കുന്നു. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ഒരു ചെറിയ ഇടവേള ആവശ്യമായി വരുന്നു. ഈ മാസം അവസാനത്തോടു കൂടി നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗമുണ്ട്. കോൺഗ്രസിൻ്റെ മാർച്ച് ഫെബ്രുവരി 9 അടുത്ത മാസം 9 തുടങ്ങാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് റിമാൻഡ്. ഒരു സമര പരമ്പര തന്നെ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെറിയ ഇടവേളയുണ്ട്. എതിരായ സമരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര കണ്ട് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് CPM ചോദിക്കുന്നത്, നിങ്ങൾ ഏത് മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് സമരം ചെയ്യുന്നത്, കരിങ്കൊടി കാണിക്കുന്നത് എന്നാണ്. ആ നിലയിൽ ഒരു മുദ്രാവാക്യം ഉയർത്താനോ ഒരു വിഷയം ഉയർത്തിക്കാണിക്കാനോ പറ്റാതെ ഒരു ക്രമസമാധാന പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രം എങ്ങനെ കാര്യങ്ങൾ പിടിച്ചു നിർത്താൻ സാധിക്കും, രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നികേഷയുടെ മുത്തങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ സാറേ. ഈ വസന്തത്തിൻ്റെ ഇടിമുഴക്കം ഉണ്ടായ ഏത് കാലത്തായിരുന്നു? പുൽപ്പള്ളി, തലശ്ശേരി കാര്യങ്ങളൊക്കെ. ആദിവാസികൾക്ക് വേണ്ടി സംസാരിച്ച് അരയക്കണ്ടി അച്യുതനെയും KC നന്ദനെയും കൂത്തുപറമ്പിലിട്ട് CPM അടിച്ച് പഞ്ചറാക്കിയ കഥയറിഞ്ഞുകൂടെ? താങ്കളുടെ അച്ഛൻ്റെ ആത്മകഥയായ എൻ്റെ ഒരു ജന്മം അതിൽ വളരെ വാത്സല്യപൂർവ്വം പറയുന്ന ഒരാളാണ് KC നന്ദനൻ. ഈ കഥയൊക്കെ ആർക്കും അറിയാത്തത്? ഈ നക്സൽ സംഭവവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലൊരു MLA KS നായർ, അദ്ദേഹം പാർട്ടി വിട്ടു പോയതിൻ്റെ പേരിൽ പിന്നെ തേക്കിൻകാട് മൈതാനത്തിട്ട് അടിച്ച് പഞ്ചറാക്കി മുഖത്ത് ടാറൊഴിച്ച പാർട്ടി മുത്തങ്ങയിലെ കഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. സാർ, ഇതൊക്കെ ആർക്കാണ് സാർ അറിയാൻ മേലാത്തത്? സാർ, ഈ രക്ഷാവാദം ഉണ്ടല്ലോ സാർ, രക്ഷാപ്രവർത്തനവാദം, സാറേ, അത് പറഞ്ഞവർക്ക് പോലും ഇപ്പം ഒരു ലജ്ജയോടുകൂടിയാണ് സാർ ഓർക്കുന്നത്. സാറേ, അതൊക്കെ പഴഞ്ചനായ കാര്യങ്ങളാണ് സാർ. ഇതൊക്കെ ആരോടാണ്? കേരളം അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ നറേറ്റീവ്സാണ് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് സാർ. എന്താണ് സാർ, ഈ പൂച്ചട്ടി ഇരിക്കുന്നിടത്ത് വെച്ച് കരിങ്കൊടി കാണിച്ചാൽ ഉടനെ പൂച്ചട്ടി എടുത്ത് അടിക്കുമോ? അങ്ങനാണോ? അതാണോ ഈ നവകേരളത്തിൻ്റെ സന്ദേശം? അതാണോ നവകേരളം? അതാണോ നമ്മോട് പറയുന്നത്?
നിങ്ങൾക്കെതിരെ പ്രതിഷേധം, ആർക്കെങ്കിലും എതിരെ പ്രതിഷേധം ഉയർത്തിയാൽ പൂച്ചട്ടിയല്ല എന്ത് സാധനം അവിടെ ഇരുന്നാലും എടുത്ത് അങ്ങ് അടിക്കുമെന്നാണോ സാർ പറയുന്നത്? എന്ത് നവകേരളമാണ് സാർ ഇത്? താങ്കൾ പറഞ്ഞു സമരം ആരും പ്രഖ്യാപിച്ചിട്ടില്ല എന്ന്. ഈ ഒരു ധൂർത്ത യാത്രയുണ്ടല്ലോ സാർ, എന്താണ് സാർ നേടിയത്? ഈ ഗവൺമെൻറ് ഒരു ധവളപത്രം ഇറക്കുമോ സാർ? 37 ദിവസം കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ച് മന്ത്രിമാർ ആർഭാട വാഹനമോ അല്ലെങ്കിൽ KSRTC ബസ്സോ എന്തോ ആവട്ടെ സാർ, ഇവിടെ 10,000-കണക്കിന് ആളുകളെ കണ്ടിങ്ങനെ വന്നല്ലോ സാർ. എന്തോ നേട്ടം ഈ നവകേരളത്തിന് ഉണ്ടാക്കിയെന്നാണ് സാർ പറയുന്നത്? അവസാനം ആ നവകേരള യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത ആളിനെ കുറിച്ച് കുറച്ച് പുകഴ്ത്തുപാട്ടുകൾ, വാഴ്ത്തുപാട്ടുകൾ ഇറങ്ങിയെന്നല്ലാതെ എന്തു നേട്ടമാണ് സാർ ഉണ്ടായെന്നുകൂടെ നമ്മൾ പറയണ്ടേ സാർ? ഒരാളെ രക്ഷിക്കാൻ പിടിച്ചത്ര എടുത്തു ചാടിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു സാർ? മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ സൈഡിൽ നിന്ന ചെറുപ്പക്കാരുടെ കാലിൽ പോലീസ് വാഹനം ഓടിച്ചു കയറ്റി ഈ യാത്രയുടെ ഇടയിൽ. ഞാനും കൂടെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ താങ്കളാണ് ആ ദൃശ്യം റിപ്പോർട്ടർ ചാനലിൽ കാണിച്ചതും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ്. രക്ഷിക്കാനായിരുന്നോ സാർ? ആ ചെറുപ്പക്കാരന് കാലിലെ അസ്ഥി ഒടിഞ്ഞ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാർ. വാരി പിടിച്ചു അങ്ങനെ രക്ഷിക്കാൻ. സാറേ, ഇത് പഴകി പൊളിച്ച പഴങ്കഞ്ഞിയാണ് സാർ. ഇനിയുമെങ്കിലും ഇത് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരൂ. പ്രതിഷേധമുണ്ടായി, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായി, ഈ ധൂർത്ത് യാത്രയ്ക്കെതിരെ പ്രതിഷേധമുണ്ടായി. അവർ കരിങ്കൊടി കാണിച്ചു. ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഒളിച്ചിരുന്നാണെന്ന്. പണ്ടൊരു ചർച്ചയിൽ ഇത് പറഞ്ഞു, ഒളിച്ചിരുന്നാണെന്ന്. സാർ, എന്തിനാണ് സാർ ഒളിച്ചിരുന്ന് ഒരു കരിങ്കൊടി കാണിക്കുന്ന 5-6 പേരെ? വണ്ടി തടയാൻ ആരും വന്നില്ലല്ലോ. വണ്ടി തടയാൻ നിങ്ങൾക്ക് ഇവിടെ കഴിവ് ശരിയാ? വണ്ടി തടയാൻ വന്നില്ലല്ലോ. വണ്ടി തടയാൻ വരാതെ മാറി ഒളിച്ചിരുന്ന് പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന്, പണ്ട് പറഞ്ഞ വാചകമാണ്, ആ പൊന്തക്കാടുകളിൽ ഒളിച്ചിരുന്ന് ഒരു കറുത്ത കൊടി കാണിച്ചവർ എന്തിനാണ് സാർ ഇങ്ങനെ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും ഒരു ഭിന്നശേഷിക്കാരനടക്കമുള്ള ആളുകളെ അടിക്കുന്നത്? താങ്കൾ ചോദിച്ചു ഇതിനൊരു ഒരു ഒരു രാഷ്ട്രീയം എന്താണെന്നുള്ളത്. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുകൂടാണ് താങ്കളുടെ ചോദ്യം. അതിനൊക്കെ ഇവർക്ക് കഴിവുണ്ടോ? ഈ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താതെ യൂത്ത് കോൺഗ്രസ്സുകാർ വീട്ടിൽ പോയി കാലിനിടയിൽ കയ്യും വെച്ച് കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ എന്തു പറയുമായിരുന്നു സാർ? പോലീസിൻ്റെ അതിക്രമത്തിനെതിരെ പോലീസിൻ്റെ സഹായത്തോടുകൂടി CPMൻ്റെ പ്രവർത്തകർ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ നടന്ന സമരത്തിലാണ് സാർ, 20-ാം തീയതി നടന്ന സമരത്തിലാണ് ഇതൊക്കെ ഉണ്ടായത്. താങ്കൾ എന്താണ് കരുതുന്നത്? യൂത്ത് കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കണമായിരുന്നു? യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിനെ പ്രതിഷേധിക്കാതിരിക്കണമായിരുന്നു? എന്തോ ഹർത്താൽ ഉണ്ടാക്കാൻ ചെയ്തതാണെന്ന്. സാറേ, ഹർത്താൽ ഉണ്ടാക്കണേ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്താൽ പോരെ സാർ? അതിപ്പോൾ ഇവിടെ ഒരു വലിയൊരു കലാപം ഉണ്ടാക്കിയിട്ട് വേണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് വേണ്ടല്ലോ. ഇവിടെ CPM പറയുന്നത് സുനിൽ കനകോലു സമൂഹത്തിലെ താഴേക്കടയിലുള്ള ഒരാള് മരിക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വലിയ കലാപം അഴിച്ചുവിടണമെന്നും സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ടുണ്ടെന്നാണ് CPMന്റെ വാദം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, സാറ് കണ്ടിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ? താങ്കൾ അതുകൊണ്ടാണ് CPMനെ പറഞ്ഞത്. താങ്കൾ കണ്ടിട്ടുണ്ടോ കനകോലുവിന്റെ റിപ്പോർട്ട്? നോ. നമ്മളൊരു താങ്കൾ ആരോപണം പോലെ പറയുകയല്ല, ഒരു വസ്തുത പറയുകയാണെങ്കിൽ പോലും കനകോലു ഇതെന്താ സാർ? സന്ദേശം സിനിമയാണോ സാർ നിങ്ങൾ ഈ പറയുന്നത്? സന്ദേശം സിനിമയിൽ പറയുന്നില്ല. കനകോലു പറഞ്ഞു താഴേക്കിടയിൽ ഒരാളെ ഒരു രക്തസാക്ഷിയെ കിട്ടിയ ഈ കാലഘട്ടത്തിൽ ആരാണ് സാർ ഇതൊക്കെ പറയുക? സാർ, എന്തൊക്കെ കനകോലുവിനെ കുറിച്ച് കുറേ എന്തൊക്കെ പറയുന്നു സാർ? ഇവിടെ എത്ര അസത്യ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടാണ് സാർ ഇവിടെ ഇവർ രാഷ്ട്രീയം പയറ്റുന്നത്. സാർ, താങ്കളുടെ നേരത്തെയുള്ള ചോദ്യം, കേരളത്തിലെ ജനങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരിത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ചെടിച്ചട്ടിയെടുത്ത് അടിച്ചത് മുതൽ കാറ് കയറ്റി രക്ഷാപ്രവർത്തനം നടത്തി, ചെടിച്ചട്ടി അടിച്ചെടുത്ത് രക്ഷാപ്രവർത്തനം, പിന്നെ കാറ് കയറ്റുകയാണ്, പോലീസിൻ്റെ കാറ്, അങ്ങനെ കയറ്റിക്കൊണ്ട് നടത്തുന്ന രക്ഷാപ്രവർത്തനം വരെയുള്ളത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളും കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ അതിനെ കാണുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ഏകാധിപത്യ ഭരണം അങ്ങ് പോവുകയാണ്. പാർട്ടിയിൽ ചോദിക്കാൻ ആളില്ല, ഗവൺമെൻറ് ചോദിക്കാൻ ആളില്ല. സർ, P. രാജീവിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം എന്താണ് സർ ആഭ്യന്തരമന്ത്രിയായത്? നിയമവശങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് പോലീസ് ഇത് ചെയ്തതെന്ന് വേറൊരാളുടെയും പ്രസ്താവന ഞാൻ കണ്ടില്ല. അദ്ദേഹം എന്നാണ് ഈ ആഭ്യന്തരമന്ത്രിയായത്?
ആഭ്യന്തരമന്ത്രി ആയതെന്നാണ് സാർ, ആഭ്യന്തരമന്ത്രി ആയതെന്നാണ്. അപ്പോൾ ഇത് ഈ കേരളത്തിൽ എന്തുമാകാം. അഖിലേന്ത്യാ തലത്തിൽ മോഡി എടുക്കുന്ന അതേ നയം ഞങ്ങൾ എന്തും ചെയ്യും, ഇവിടെ ഞങ്ങളും എന്തും ചെയ്യും. പക്ഷേ അത് ജനങ്ങൾക്ക് അതിന് മറുപടി പറയാൻ ഒരു അവസരം വരും, അപ്പം മറുപടി കൊടുക്കും. ശരി, അഡ്വക്കേറ്റ് അനിൽകുമാർ അതിന് മറുപടി ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതിന്. ഇവിടെ കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് വന്നു പറഞ്ഞു എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത് ഏത് കാര്യത്തിനാണ് സമരം ചെയ്തത്? കല്യാശ്ശേരിയിലെ സമരം എന്തിനായിരുന്നു? കല്യാശ്ശേരി കരിങ്കൊടി പ്രഖ്യാപിച്ചിരുന്നോ? ഞങ്ങൾ പറഞ്ഞത് അപ്രതീക്ഷിതമായി നിങ്ങൾ ചില കുട്ടികൾ എവിടെയോ ചാടി വീണു, അവിടെ അന്നേരം ഉണ്ടായിരുന്നവർ പ്രതികരിച്ചതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല. അത് അവിടെ ഉണ്ടായപ്പോൾ നിയമവാഴ്ച തെറ്റായിട്ട് ചെയ്തപ്പോൾ അവർ ജയിലിൽ പോയി. ഈ പൂച്ചട്ടി അടിച്ചു എന്ന് പറഞ്ഞ ആളുകൾ ജയിലിൽ പോയില്ലേ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പോയപോലെ അവരും ജയിലിൽ പോയി, അവരും ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നവർ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടില്ല അവർക്ക് സ്വീകരണം കൊടുത്തു എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയമായ കേസായിട്ട് കണ്ടു, അവിടെ സ്വീകരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, SFIക്കാര് കരിങ്കൊടി കാണിച്ചു, ഗവർണറുടെ വണ്ടിക്കിട്ട് ഇടിച്ചു എന്ന് പറയുന്നു, അവർ ജയിലിൽ പോയി. പൂച്ചട്ടി എടുത്ത് അടിച്ചു എന്ന് പറയുന്നു, അവർ ജയിലിൽ പോയി. ഇപ്രകാരം തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന് നിയമവാഴ്ചയുടെ മുന്നിൽ വന്നാൽ ജയിലിൽ പോകും. അത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ബാധകമാകരുത്. പിന്നെന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രിമിനൽ നടപടി നിയമത്തിന് വിധേയമായാൽ പിണറായി വിജയൻ നരേന്ദ്രമോദിയായി, ബിൽഖീസ് ബാനുവിന്റെ കേസിനകത്ത് ചെയ്ത പോലെയായി പിണറായി വിജയന്റെ ചെയ്ത്. ഇതാണ് നിങ്ങൾ BJP ആയിട്ട് ഞങ്ങളെ സമീകരിക്കുന്ന തന്ത്രം. നിങ്ങൾ BJPയെ നിസ്സാരവൽക്കരിക്കുകയാണ്. വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ BJP ഇന്ത്യയെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണഘടന അട്ടിമറിക്കുന്ന, ഇന്ത്യ അട്ടിമറിക്കുന്ന, ജനാധിപത്യം അട്ടിമറിക്കുന്ന, നിയമവാഴ്ച അട്ടിമറിക്കുന്ന ഗുജറാത്ത് മാതൃക വിശുദ്ധവൽക്കരിച്ചിട്ട് ഇവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് മഹത്തായ കാര്യങ്ങൾ. ആകെ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് പോലീസ് വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തെ ഒരു പരിക്കുമില്ലാതെ കോടതി ഹാജരാക്കി. കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ 2-3 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിയേക്കും, സന്തോഷം, പുറത്തിറങ്ങട്ടെ. അപ്പോൾ മറ്റേ കേസില്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങാം. അല്ല, വ്യാജ തിരുത്തൽ കാർഡിൻ്റെ വേറെ തെളിവുകൾ വന്നാൽ പിന്നെ ആ കേസുകൂടെ കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ നിയമവാഴ്ചയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി സർക്കാരിൻ്റെ അഹങ്കാരമില്ല. ഞങ്ങൾ ആകെ ചെയ്തത് കേരളത്തോട് പറഞ്ഞു, ഞങ്ങൾ മന്ത്രിസഭ ഒരു നവകേരള യാത്രയ്ക്ക് വരുന്നുണ്ട്, ദയവായി ജനങ്ങൾ വരണം. 140 മണ്ഡലത്തിലും നാട്ടുകാർ വന്നു. അതിനെ തടയാൻ വേണ്ടി കേരളത്തിന് വടക്കും തെക്കോട്ട് നോക്കിയാൽ 100-300 പേര് കരിങ്കൊടിയായിട്ടിറങ്ങി. കുറേ സ്ഥലത്ത് സ്ഥിരം ആളുകൾ വന്നാൽ ഇന്ന് സ്ഥിരം നാടകവേദി നടത്തിയത്. ഈ 100-300 ആളുകളുടെ പേക്കൂത്തിന് മുന്നിൽ കേരളം തലകുനിച്ചില്ല. AKG സെന്റർ ആക്രമിച്ചു, ഞങ്ങൾ തലകുനിക്കണമായിരുന്നു. AK സെന്റർ ആക്രമിച്ചിട്ടും ഞങ്ങൾ തലകുനിക്കണമായിരുന്നു. അതിന് പ്രതിയെ പിടിച്ച അയ്യോ P ശശി. ഇതല്ലേ നിങ്ങളുടെ വാദം? നിങ്ങൾക്ക് കേരളത്തിൽ വിമോചന സമരകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMSനെ ഈയല് പോലെ ഉറപ്പിക്കും, EM പൂശി. ആഗ്രഹമായിരുന്നു കേട്ടോ, ആഗ്രഹമായിരുന്നു കേട്ടോ. ആ ആഗ്രഹങ്ങളൊന്നും നടക്കാത്തതിൻ്റെ സങ്കടമാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങളോട് സംബന്ധിച്ചു. നവകേരള സദസ്സ് എന്തിനാന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാറിന് മനസ്സിലാവില്ലല്ലോ, കാരണം നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെ മനസ്സിലാക്കില്ല. ഈ രാത്രിയിലെങ്കിലും അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങളുടെ സമരം എന്തിനാണ് കരിങ്കൊടി സമരം? എന്താ ഡിമാൻഡ്? ഈ സമരം കൊണ്ട് കേരളത്തിന് കിട്ടിയ ഗുണം എന്താണ്? നിങ്ങൾ പറയണം. കേരളത്തിലെ ജനങ്ങളുടെ ഇന്ന വിഷയത്തിന് UDF സമരം ചെയ്തു. ഈ യാത്ര കൊണ്ട് കേരളത്തിന് കിട്ടിയ ഗുണം എന്താ? അത് ആദ്യം ഒന്നാമത്തെ കാര്യം നേട്ടം പറയാം. ഒന്നാമത്തെ കാര്യം ഞാൻ കേരളത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ തകർക്കുന്നു? ഞാൻ പറയാം. കേരളത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ തകർക്കുന്നു? നിങ്ങൾ പറഞ്ഞു കേരളം മുടിയുന്നു. ഞങ്ങൾ പറഞ്ഞു കേരളം മുടിയുകയല്ല. ഇന്ത്യ രാജ്യത്ത് കേരളം 1-ാം സ്ഥാനത്ത്. ഇന്ത്യ രാജ്യത്തെ കേരളം 1-ാം സ്ഥാനത്ത് അഭിമാനപുരസ്സരം പറയാൻ, കേരളത്തിന് പറയാൻ ഈ ഗവൺമെന്റേ ഉള്ളൂ. ഏത് കാര്യത്തിലും ഗവൺമെന്റ് കേരളത്തിലൊന്നുമില്ലേ? രണ്ടാമത് നിൽക്കുന്ന ഒരു കാര്യം പറ. കേരളം ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു കാര്യം പറ. എല്ലാ വികസന സൂചികയിലും കേരളം മുമ്പിലാണ്. കേരളം ഏറ്റവും അഭിമാനകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കേരളത്തെ ഉയർത്താൻ ഒരു സർക്കാരിന് പദ്ധതിയുണ്ടെന്ന് ഞാൻ പറയട്ടെ. ജനാധിപത്യത്തിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ അടുത്ത് എന്നിട്ട് പ്രോഗ്രസ് കാർഡ് പ്രകാരം ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് നാട്ടുകാരെ കണ്ട് പറയാണ്ട് സർക്കാർ പോയാൽ നിങ്ങൾക്ക് എന്താ വിഷമം? ഈ സർക്കാർ പ്രകടന പത്രിക നടപ്പാക്കിയത് എങ്ങനെ? അത് നാട്ടുകാരോട് പറയാൻ പോയാൽ നിങ്ങൾക്ക് എന്താ വിഷമെന്ന്? നിങ്ങൾ തടഞ്ഞിട്ടും ദേശീയപാത വന്നതിന്റെ വിഷമാണോ? നിങ്ങൾ തടഞ്ഞിട്ടും കൂടംകുളം പവർ ഹൈവേ വന്നതിന്റെ വിഷമാണോ? നിങ്ങൾ തടഞ്ഞിട്ടും ഗെയിൽ പൈപ്പ് ലൈൻ വന്നതിന്റെ വിഷമാണോ? നിങ്ങൾ തടഞ്ഞിട്ടും പിരിച്ചുവിടുമെന്ന് പറഞ്ഞിട്ടും കേരള ബാങ്ക്, ഹരിത കേരള മിഷൻ, ആർദ്രം
നിങ്ങൾ പറഞ്ഞതാണല്ലോ ഇതെല്ലാം പൊളിക്കുമെന്ന് പറഞ്ഞാണല്ലോ, നടക്കുകയില്ല. കെ ഫോൺ ഞാൻ ചോദിക്കുന്ന, നിങ്ങൾ ഈ അഴിമതി പൂർണ്ണം പോലും ഇല്ലല്ലോ. കേരളത്തിലെ സർക്കാരിനെതിരെ ഒരു കോടതിയിലും ഒരു ആക്ഷേപവും നിലവിലില്ലല്ലോ. അത്രത്തോളം വിശുദ്ധമാണ് ഈ സർക്കാർ, ധവളമാണ് ഈ സർക്കാർ. അത് ജനങ്ങളോട് പറയാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അത് കേൾപ്പിക്കരുത്. നിങ്ങൾ ആഗ്രഹിച്ച് 100-300 പേര് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റ വാചകം സാറേ, കേരളത്തിലെ നിത്യനിദാന ചെലവുകൾ നടത്താൻ കേരളത്തിൻ്റെ ഖജനാവില് എരി പെറ്റുകിടക്കുകയാണ് സാർ. എന്നിട്ട് വലിയ 1-ാം സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ് സാർ. എനിക്ക് CPM പ്രതിനിധിയോട് പറയാനുള്ളത്, കേരളത്തിലെ കരുവന്നൂർ അടക്കമുള്ള കണ്ടളയടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ചവർ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം കൊടുത്തിട്ട് അത് തിരിച്ചടച്ചിട്ട് സാർ വന്നിട്ട് ഈ 1-ാം സ്ഥാനത്തെക്കുറിച്ചും ഈ ധവള സുന്ദരമായ കേരളത്തെക്കുറിച്ചും പ്രസംഗിക്കണം സാർ. ആദ്യം അത് ചെയ്യൂ സാർ. പാവപ്പെട്ടവൻ്റെ അവൻ 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 1 രൂപ 2 രൂപ കരുതി വെച്ച പണം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് കട്ടുമുടിച്ചവരെ കുറിച്ച് ആ പണം തിരികെ നൽകിയിട്ട് സാർ ഈ ധവള കേരളത്തെക്കുറിച്ച് സംസാരിച്ചാൽ കുറെ ശ്രദ്ധിക്കും. എന്തോ 1-ാം സ്ഥാനത്താണത്രേ. അത് അങ്ങോട്ട് എനിക്ക് പി രാജീവിനെ കരുണാകരന്റെ പോലീസ് കൈകാര്യം ചെയ്താണ് ഞാൻ കാണിച്ചത്. തൊട്ടു താഴെ ഇന്നത്തെ നിങ്ങളുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? അദ്ദേഹം ചിരിക്കുകയാണ്. കേരള പോലീസ് നിയമാനുസരണേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നെ ഒറ്റ വാക്ക്, നിങ്ങൾ പി രാജീവിന്റെ പടം കാണിച്ചല്ലോ. എന്റെ ഫോണിലെ പടമില്ലെങ്കിൽ അജയ് തറയിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവാ. അയാളുടെ ചിത്രമുണ്ട് സാർ. ഇന്ന് ആളുകളുടെ ഫോണുകളിൽ അതുമുണ്ട്. നിങ്ങൾ മറന്നു പോകരുത്. അജയ് തറയലിനെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത് അന്നത്തെ LDF സർക്കാരാണ്. നിരീക്ഷകൻ VT ബൽറാം, KPCC വൈസ് പ്രസിഡന്റ്, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. Debate with MV Nikesh Kumar.